സാങ്കല്പിക ജീവിയാണ്. ഇതിനെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ വസിക്കുന്ന ഒരു ഭീമാകാരമായ നീരാളിയെപ്പോലെയുള്ള ജീവിയായിട്ടാണ് വിവരിക്കുന്നത്. ഇതിന്റെ ടെൻഡക്കിൾ പോലെയുള്ള രൂപം യഥാർത്ഥ പ്രീഹിസ്റ്റോറിക് സെഫലോപോഡുകളുമായി സാമ്യമുണ്ടെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ 80 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ടുസോട്ടേറ്റിസ് ലോങ്ക എന്ന ഒരു സ്ക്വിഡിനെ പോലെയുള്ള ജീവി ജീവിച്ചിരുന്നു അത്രേ. ഇതിന് 30 മുതൽ 40 അടി വരെ നീളമുള്ള ടെൻഡക്കിളുകൾ ഉണ്ടായിരുന്നു. ഇത് 2 ജിറാഫുകളുടെ നീളത്തിന് തുല്യമാണ്. ഇത് ചെറിയ സമുദ്രജീവികളെ ഭക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന് അവസാനമിട്ട ചിഹ്നഗ്രഹങ്ങളുടെ ആഘാതത്തിൽ ടുസോട്ടേറ്റിസിനും വംശനാശം സംഭവിക്കുകയായിരുന്നു. ഡ്രാഗൺസ്. നമ്മൾ സിനിമകളിലും സീരീസുകളിലുമായി ഒരുപാട് ഡ്രാഗനുകളെ കണ്ടിട്ടുണ്ടാകും. കിഴക്കൻ പുരാണങ്ങളിൽ ഡ്രാഗണുകൾക്ക് ചിറകുകളുണ്ട്. എന്നാൽ പാശ്ചാത്യ പുരാണങ്ങളിൽ അവയെ മൂർച്ചയുള്ള പല്ലുകളും ആക്രമകാരികളുമായിട്ടുള്ള രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. ഡ്രാഗൺ മിത്തുകൾക്ക് ദിനോസറുകളുടെ ഫോസിലുകൾ പ്രചോദനമായിട്ടുണ്ടാകാം എന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ഏകദേശം 68 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്യൂട്സാൽകോട്ട്ലസ് നോർത്രോപ്പി എന്ന ഒരു ടെറോസോർ ഇന്നത്തെ വടക്കേ അമേരിക്കയിൽ പറന്നു നടന്നിരുന്നു. ഇതിന് 33 മുതൽ 36 അടി നീളത്തിൽ ചിറകുകളുണ്ടായിരുന്നു അത്രേ. 6 മുതൽ 8 അടി നീളമുള്ള ഇതിന്റെ ബീക്ക് ചെറിയ ദിനോസറുകളെയോ അവയുടെ കുഞ്ഞുങ്ങളെയോ ഭക്ഷിക്കുന്ന ഒരു വേട്ടക്കാരനായി ഇതിനെ മാറ്റി. പറക്കുന്ന ജീവികളിൽ വെച്ച് ഏറ്റവും വലുതായ ക്യൂട്സാൽകോട്ട്ലസ് പോലെയുള്ള ജീവികളോ പുരാതന ചിത്രകാരന്മാരുടെ ഭാവനകളോ ഡ്രാഗണുകളെ പോലെയുള്ള രൂപങ്ങൾക്ക് കാരണമായിരുന്നിരിക്കാം. ഏതായാലും 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായ ചിഹ്നഗ്രഹത്തിന്റെ ആഘാതത്തിൽ ഇതിനും വംശനാശം സംഭവിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഡ്രാഗണുകൾ ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ് ചെയ്യാൻ മറക്കരുത്. ഡ്വാർഫ്സ്. നമ്മൾ എല്ലാവരും കാർട്ടൂണുകളിലും കഥകളിലും ഒരുപാട് കുള്ളന്മാരായ മനുഷ്യരെ കണ്ടിട്ടുണ്ടാകും. 1300ഓളം വർഷങ്ങൾക്ക് മുൻപുള്ള നോർസ് പുരാണത്തിൽ കുള്ളന്മാർ ചെറിയതും കഴിവുള്ളവരുമായ ജീവികളാണ്. ഈ കഥകൾക്ക് യഥാർത്ഥ മനുഷ്യവർഗ്ഗങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ഏകദേശം 50,000 വർഷങ്ങളോളം മുൻപ് ഹോമോ ഫ്ലോറസീൻസ് എന്ന ഒരു ചെറിയ മനുഷ്യവർഗം ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ ജീവിച്ചിരുന്നു അത്രേ. ഏകദേശം വെറും 3.5 അടി ഉയരമുണ്ടായിരുന്ന ഇവർക്ക് കൊമോഡോ ഡ്രാഗണുകളെ പോലെയുള്ള വേട്ടക്കാരിൽ നിന്ന് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു. ഇവർ പുരാണങ്ങളിലെ കുള്ളന്മാരല്ലെങ്കിലും ഇവരുടെ ചെറിയ സ്റ്റേച്ചർ സമാനമായ കഥകൾക്ക് പ്രചോദനമായിട്ടുണ്ടാകാം. ലോച്ച്നസ് മോൺസ്റ്റർ. 1500ഓളം വർഷത്തിലേറെയായി സ്കോട്ട്ലാൻഡിലെ ലോച്ച്നസിൽ ഒരു നീണ്ട കഴുത്തുള്ള രാക്ഷസനെ കണ്ടതായി ആളുകൾ അവകാശപ്പെട്ടിരുന്നു. നാടോടി കഥകൾ അനുസരിച്ച് ഇത് ഒരു ദിനോസറിനെ പോലെയുള്ള ജീവിയാണ്. എങ്കിലും വിപുലമായ ഗവേഷണങ്ങൾ നടത്തിയിട്ടും ഈ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു ജീവിയെയും ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു കെട്ടുകഥയായി കണക്കാക്കുന്നു. എന്നിരുന്നാലും ലോച്ച്നസ് മോൺസ്റ്ററിന് 200 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്ലസിയോസോർസ് പോലെയുള്ള പ്രീഹിസ്റ്റോറിക് ജീവികളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിരിക്കാം എന്ന് ചിലർ പറയുന്നു. 40 മുതൽ 50 അടി വരെ നീളമുള്ള കഴുത്തും ശരീരവുമുള്ള പ്ലസിയോസോർസ് 3 SUVകളുടെ വലുപ്പത്തിന് തുല്യമാണ്. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ചിഹ്നഗ്രഹത്തിന്റെ ആഘാതത്തിൽ ഇവയ്ക്കും വംശനാശം സംഭവിക്കുകയായിരുന്നു.